വെള്ളനാട് പഞ്ചായത്തിലെ മുള്ളൻ പന്നിയെ കൊന്ന കേസിലെ പ്രതി വെള്ളനാട് ശശിയെ രക്ഷിക്കാൻ വനം വകുപ്പും CPM-ഉം ഒത്താശ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ഉപരോധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C. ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർ ആരെങ്കിലും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ കുറ്റം ചെയ്താൽ പോലും അവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഫോറസ്റ്റ് മുള്ളൻപന്നി കേസിൽ പ്രതിയായ വെള്ളനാട് ശശിയെ പോലീസ് വളഞ്ഞുവെച്ച് അറിയിച്ചിട്ടും കസ്റ്റഡിയിലെടുക്കാത്തത് ഫോറസ്റ്റും CPM-ഉം തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ സമരം സൂചനയാണെന്നും വരും ദിവസങ്ങളിൽ വമ്പിച്ച പ്രതിഷേധവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്തുത സമ്മേളനം വെള്ളനാട് മണ്ഡലം പ്രസിഡന്റ് വിമൽ കുമാർ അധ്യക്ഷനായി. ഇവിടെ സ്വാഗതം പറഞ്ഞ സന്തോഷം, അതുപോലെ തന്നെ ഉദ്ഘാടനം അധ്യക്ഷനായിരിക്കുന്ന ശ്രീ വിമൽകുമാറോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഇന്നലെ രാത്രി ഞങ്ങൾ തീരുമാനിച്ചാണ് ഇത് നടത്തണമെന്ന്. ആ തീരുമാനിക്കാനുള്ള കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് അവമാനകരമായ രീതിയിലാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രതിയെ പോലീസുകാർ പിടിച്ചു വച്ചിട്ടും അതിനെ ഏറ്റുവാങ്ങാൻ കഴിയാത്ത കൽപ്പില്ലാത്ത ഒരു ഫോറസ്റ്റ് ഭരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ സഡനായിട്ടൊരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തത്. ശരിക്കും ഒരു സമര പരിപാടി ആയിരിക്കുമ്പോൾ ഞങ്ങൾ മൈക്ക് ഉൾപ്പെടെ മൈക്ക് ഓർഡർ ഒന്നും ഇല്ലാതെ വരുന്നത് ഇത് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ്. ഇത് വെള്ളനാട് ശശിയെ അയാൾക്ക് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല. നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ സാധാരണക്കാർ ആളുകളാണെങ്കിലും നിങ്ങൾ എന്തെല്ലാം അഭ്യാസം കാണിക്കുമായിരുന്നു. അവൻ്റെയൊക്കെ വീട്ടിൽ പോയി പല പ്രാവശ്യം ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ വകുപ്പിന് രണ്ട് തരത്തിലുള്ള നീതിയുണ്ടോ? ഭരണത്തിൻ്റെ പിന്തുണക്കാരൻ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ആളുകളായതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഒരു എളുപ്പമില്ലാതെ ഫോറസ്റ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ വകുപ്പിനെ പോലും അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയായ നടപടിയല്ല. ഇന്നലെ തിരുവനന്തപുരത്തൊരു ലോഡ്ജിൽ വെച്ച് അവിടുത്തെ പോലീസുകാർ അയാളെ കാണിച്ചു കൊടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ട് അവരതിനകത്തൊരു നടപടി സ്വീകരിച്ചില്ല, പൊന്നു നോക്കിയില്ല എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ A കാറ്റഗറിയിൽ വരുന്ന ഒരു ജന്തുവിനെയാണ്, മുള്ളൻ പന്നിയാണ് ഇയാൾ അടിച്ചു കൊന്നത്. അത് അയാൾ ഒരു കാരണവശാലും ആ കേസിൽ നിന്ന് ഒഴിച്ചുപോകാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കൃത്യമായി മകസറുണ്ട്. അത് അയാളെ അടിച്ചു കൊന്നതാണെന്നുള്ളതിന് തെളിവുകളുണ്ട്, വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലച്ചോറ് പുറത്തായി അടിയുടെ ഭാഗമായി തലച്ചോറ് പുറത്തു വന്നതാണെന്നുണ്ട്. അടിച്ച കമ്പിൽ രക്തം പറഞ്ഞുകൊണ്ട്. അപ്പോൾ സാഹചര്യ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അയാൾ അന്വേഷിക്കാൻ നടപടിയെടുക്കാത്തത്? കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ നെടുമങ്ങാട് ഫോറസ്റ്റ് ഓഫീസിനകത്ത് മൂക്കിൻ്റെ താഴെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പല പ്രാവശ്യം വിളിച്ചിട്ട് അവന്മാർ ഫോൺ എടുക്കില്ല. ഇവിടുത്തെ ശ്രീജു അയാൾ വ്യക്തിപരമായി ശ്രീജുവിനെ എനിക്ക് അറിയാവുന്നതാണ്. പക്ഷേ ശ്രീജു ആ സ്ഥാനത്തിൻ്റെ മാന്യത പാലിക്കണം. ഒരു റേഞ്ച് ഓഫീസർ അയാൾ മാന്യത പാലിക്കണം. ആ മത് കാണിച്ചില്ല. കഴിഞ്ഞ 3 ദിവസമായി അയാൾ ഫോൺ എടുക്കില്ല. വിളിച്ചാൽ ഞാൻ ഇന്നലെ അയാൾക്കൊരു മെസ്സേജ് അയച്ചു. മിസ്റ്റർ ശ്രീജു, നിങ്ങൾ വന്യജീവിയെ ഈ മുള്ളൻ പന്നിയെ കൊന്ന ആളിനെ അറസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒത്തുകളിക്കുകയാണ്. അത് ഞാൻ ഫോൺ മെസ്സേജ് അയച്ചത് പ്ലീസ് കാൾ മീ എന്ന് വിളിച്ചു, കാര്യം പറയാൻ വേണ്ടി. അയാൾ ഫോൺ ചെയ്ത് തിരിച്ചു വിളിച്ചില്ല. രണ്ടാമത് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഈ പ്രതിയുമായി ഒത്തുകളിക്കുകയാണ്, നിങ്ങൾ അയാളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. തിരിച്ച് ഇന്നലെ മെനഞ്ഞാന്ന് അയാൾ DPC-യിൽ പങ്കെടുത്തു. DPC-യിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈ വോച്ചന്മാർ എവിടെ പോയിരുന്നു അറസ്റ്റ് ചെയ്യാതെ? ഈ വകുപ്പിന് തന്നെ നടക്കണല്ലേ? നിങ്ങൾ അവനുമായി ഒത്തുകളിക്കാൻ പോയാൽ നിങ്ങൾ ഒരുപാട് കേസുകളിൽ ഈ സർക്കാർ ഒത്തുകളിക്കുന്നുണ്ട്. ഇവിടെ സ്വർണം കെട്ടവനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണിത്. ആ കള്ളന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ വീട് തന്നെ ഒരു മാസപ്പടി വാങ്ങുന്നതും അഴിമതിയുടെയും കൂടാരമായി മാറുമ്പോൾ ഈ സംസ്ഥാനത്തുള്ള മറ്റാളുകൾ, മറ്റുദ്യോഗസ്ഥന്മാർ, അവരെ താഴെയുള്ള ആളുകൾ ഒക്കെ അഴിമതിക്കാരായും അവരെ സഹായിക്കാൻ വേണ്ടി കൂടെ നിൽക്കും എന്നുള്ള തർക്കമില്ല.